നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ വർക്ക് സിലബസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു ഏരിയയാണ് സോഷ്യൽ വർക്ക് മെത്തേഡിലെ സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ എന്ന ഏരിയയിലേക്കാണ് നമ്മളിന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ സോഷ്യൽ കേസ് വർക്ക് പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്, അങ്ങനെയാണ് ഈ സിലബസ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് പ്രോസസ്സാണെന്നും ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽഫ് എന്ന കോൺസെപ്റ്റിലാണ് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ നിലനിൽക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് സോഷ്യൽ വർക്കിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ വർക്ക് സമൂഹത്തിൽ വ്യക്തികളോടും സമൂഹത്തോടും ഗ്രൂപ്പുകളോടും ഒപ്പമാണ് വർക്ക് ചെയ്യുന്നതെന്നും ഈ ഓരോ ഘട്ടത്തിലും, അതായത് വ്യക്തികളോട് വർക്ക് ചെയ്യുമ്പോഴും ഗ്രൂപ്പുകളോട് വർക്ക് ചെയ്യുമ്പോഴും കമ്മ്യൂണിറ്റികളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും ഒക്കെ സോഷ്യൽ വർക്കിൻ്റെ പ്രൊഫഷണൽ നോളജ് എത്തുമ്പോൾ ഇതിന് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വ്യക്തികൾക്ക് ഒരു മെത്തേഡ്, ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ്, കമ്മ്യൂണിറ്റിയിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് എന്ന നിലയിൽ. അപ്പോൾ അതിൽ നമ്മൾ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽ എന്ന കാറ്റഗറിയിലാണ് സോഷ്യൽ കേസ് വർക്ക് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ എന്താണ് സോഷ്യൽ വർക്ക് മെത്തേഡ് എന്നാണ് ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. സോ മെത്തേഡ് ഇൻ സോഷ്യൽ വർക്ക് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് അപ്രോച്ച്. അപ്പോൾ എക്സാമിന് മെത്തേഡ് എന്താണെന്ന് ചോയ്സിൽ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് അപ്രോച്ചാണ് യൂസ്ഡ് ബൈ സോഷ്യൽ വർക്കേഴ്സ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു സോൾവ് പ്രോബ്ലംസ്, ഇംപ്രൂവ് ദിയർ വെൽബീയിങ് ആൻഡ് അച്ചീവ് സോഷ്യൽ ചേഞ്ച്. ഇത് സോഷ്യൽ വർക്കിൻ്റെ ഒരു ഹോൾ കോൺസെപ്റ്റ് അതിൽ പറയുന്നുണ്ട്. മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നും എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും അല്ലേ. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയ ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. വളരെ പ്രൂവൺ ആയിട്ടുള്ള, വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക്, ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ആ സോഷ്യൽ വർക്കിൽ നമ്മൾ എയിം ചെയ്യുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും, അതായത് ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും കമ്മ്യൂണിറ്റീസിൻ്റെയും പ്രോബ്ലം സോൾവ് ചെയ്യുക ആൻഡ് ഓൾസോ ഇംപ്രൂവ് ദിയർ വെൽബീയിങ്, അങ്ങനെയാണ് അല്ലേ. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് സയൻറ്റിഫിക് അപ്രോച്ചാണ്. അത് സിസ്റ്റമാറ്റിക്കും ഓർഗനൈസ്ഡുമാണ് അല്ലേ. These methods provide structured framework that guide social workers in applying professional knowledge, skill and values in diverse context. അല്ലേ, ഈ മെത്തേഡ് ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, നമ്മൾ ഓരോ മെത്തേഡിലും ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്. ആ ഫ്രെയിംവർക്കിൽ നിന്നാണ് ഓരോ സോഷ്യൽ വർക്കേഴ്സും അവരുടെ നോളജും സ്കില്ലും പ്രൊഫഷണൽ വാല്യൂസും ഒരു ഡൈവേഴ്സ് കണ്ടെക്സ്റ്റിൽ അല്ലെ. ഡൈവേഴ്സ് കണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികളോട് അല്ലെങ്കിൽ മനുഷ്യരോട് വർക്ക് ചെയ്യും, ഹ്യൂമൻ ബീയിങ്സിനോട് അല്ലെങ്കിൽ സമൂഹത്തോട് വർക്ക് ചെയ്യുന്നു എന്ന നിലയിൽ ഡൈവേഴ്സ് കണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എല്ലാ വ്യക്തികളും യൂണീക്കാണ് അല്ലേ, അതുപോലെ എല്ലാ പ്രശ്നങ്ങളും യൂണീക്കാണ്. ഒരു ഡൈവേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ നിന്നായിരിക്കും നമ്മൾ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളെ കാണേണ്ടത് അല്ലേ. അത്തരം ഒരു സാഹചര്യത്തിലാണ് സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിലെ പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും എല്ലാം അതിനുള്ളിലുള്ള തിയറികളും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ നോളജും നമ്മളുടെ സ്കില്ലും ആ ഒരു ഡൈവേഴ്സ് കോണ്ടെക്സ്റ്റിൽ ആ പ്രിൻസിപ്പിൾസിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് മെത്തേഡ് എന്ന്, സോഷ്യൽ വർക്കിൽ എന്താണ് മെത്തേഡ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആണ്, ഓർഗനൈസ്ഡ് ആണ്, അത് പ്രൊഫഷണൽ നോളജും സ്കില്ലും വാല്യൂസും എല്ലാം ഒരു ഡൈവേഴ്സ് കണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ സോഷ്യൽ വർക്കിൻ്റെ ആദ്യ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോഷ്യൽ വർക്കിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെത്തേഡ് എന്നാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ. പ്രൈമറി മെത്തേഡിലാണ് വർക്ക് വിത്ത് ഇൻഡിവിജ്വലിൽ സോഷ്യൽ കേസ് വർക്ക് വരുന്നത്. സോഷ്യൽ ഗ്രൂപ്പുകളുമായി വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വരുന്നു. കമ്മ്യൂണിറ്റിയുമായി വർക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വരുന്നു. പിന്നെ സെക്കൻഡറി മെത്തേഡ് എന്ന് പറയുന്ന
ഒരു ഏരിയയിൽ സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച്, ഇങ്ങനെ 3 ഏരിയയാണ് പിന്നീട് വരുന്നത്. അതായത് പ്രൈമറി മെത്തേഡിൽ ആത്യന്തികമായിട്ട് നമ്മൾ വളരെ സജീവമായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് പ്രൈമറി മെത്തേഡ്. അത് സോഷ്യൽ വർക്ക്, സോഷ്യൽ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നാണ് വരുന്നത്. സെക്കൻഡറി മെത്തേഡിലേക്ക് പോകുമ്പോൾ സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച് എന്നാണ് പറയുന്നത്. ഇവിടെ സോഷ്യൽ കേസ് വർക്ക് വ്യക്തികളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കേസ് വർക്ക്, ഗ്രൂപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങളും ഗ്രൂപ്പുകളുടെ അവരുടെ എംപവർമെൻറ്റും എല്ലാം വരുമ്പോൾ ഒരു കോമൺ അല്ലെ, ഒരു കൂട്ടം ആൾക്കാരുടെ കോമൺ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അവരുടെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോഴാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയും ആ കമ്മ്യൂണിറ്റിയിലെ റിസോഴ്സുകൾ തന്നെ യൂസ് ചെയ്ത് അവിടുത്തെ ആൾക്കാരെ തന്നെ അതിനെ ഓറിയൻറ്റ് ചെയ്ത് എംപവർ ചെയ്ത് ഒരു പ്രയോറിറ്റൈസേഷൻ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കി കൊടുത്ത് അല്ലെ, ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽവ്സ് എന്നാണ് ചെയ്ത് അവരുടെ പൊതു ആവശ്യങ്ങളെ അല്ലെ, അവരുടെ എംപവർമെൻറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പ്രൊഫഷണലി ഇൻ്റർവ്യൂൻ ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചേർഡും ഓർഗനൈസ്ഡുമായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ ഫോം ചെയ്യും. ഈ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടി നമ്മളുടെ പൊതുവായ ആവശ്യങ്ങൾ ചിലപ്പോൾ ജനങ്ങളെ സെൻസിറ്റൈസ് ചെയ്ത് അവരെ അവെയർ ചെയ്ത് അല്ലേ, ഒരു മൂവ്മെൻറ്റിലൂടെയൊക്കെ കൂടി ആൾക്കാരെ ഓർഗനൈസ് ചെയ്ത് ഒരു ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റിലൂടെയൊക്കെ തന്നെ അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കും ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ നമ്മളുടെ വെൽഫെയർ ആക്ടിവിറ്റീസും NGO പോലെയുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും ചാരിറ്റി വർക്കുകളുമൊക്കെ നമ്മൾ ഓർഗനൈസ്ഡ് വർക്കായിട്ടാണ് വളരെ സയൻറ്റിഫിക് ആയിട്ട് ആവശ്യമുള്ളവരെ കണ്ടെത്തി ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്ത് അവരെ എംപവർ ചെയ്ത് അല്ലെ, അവരെ ഹെൽപ്പ് ചെയ്ത് അല്ലെ, ടു ഹെൽപ്പ് ദംസെൽഫ് എന്ന പോളിസിയിൽ അവിടെ ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റൊക്കെ കൊടുക്കുന്ന നമ്മളുടെ പൊതുവായി പറഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ വെൽഫെയർ ഏജൻസീസിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷണലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർവ്യൂൻ ചെയ്യുന്ന മെത്തേഡുകളാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത് ബാക്കി എല്ലാ മെത്തേഡുകളും അല്ലേ, നമ്മൾ മനുഷ്യരുടെ കൂടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനൂടെ കമ്മ്യൂണിറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ, ഓരോ കാലഘട്ടത്തിലും മനുഷ്യരോട് ഇടപഴകുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡുകളിലും ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസിലും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിലും എല്ലാം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി മനുഷ്യൻ്റെ ഇൻ്റലിജൻസിലും ഇമോഷണൽ കോഷ്യൻസിലും എല്ലാം ആ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ചേഞ്ചുകൾ മനസ്സിലാക്കണം. ഈ ചേഞ്ചുകൾക്കനുസരിച്ച് എങ്ങനെയാണ് ഫലപ്രദമായിട്ട് മനുഷ്യരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അതിന് നമ്മൾ റിസർച്ച് ചെയ്യണം അല്ലേ, നമ്മൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഫലപ്രദമാണോ എന്ന് പഠിക്കണം, പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം, പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ, മനുഷ്യരെക്കുറിച്ച് കൂടുതൽ അറിയണം. അപ്പം അത് അറിഞ്ഞാൽ മാത്രമേ ഒരു ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷണലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റിസർച്ച് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലും എല്ലാ ഏരിയയിലും നടക്കുന്നതാണ് റിസർച്ച്. സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ബാക്കി എല്ലാ മെത്തേഡുകളെയും ബാക്കി എല്ലാ അപ്രോച്ചുകളെയും ബാക്കി എല്ലാ ടെക്നിക്കുകളെയും സോഷ്യൽ വർക്കിൽ ഉപയോഗിക്കുന്ന ബാക്കി എല്ലാ അപ്രോച്ചുകളെയും ടെക്നിക്കുകളെയും മെത്തേഡുകളെയും സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു മെത്തഡോളജിക്കൽ ഇൻ്റർവെൻഷനാണ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. അത് സെക്കൻഡറി മെത്തേഡിലിരിക്കും. ഈ മെത്തേഡുകളെ പറ്റി പറയുമ്പോൾ മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത്, മെത്തേഡുകളെ തന്നെ മൈക്രോ, മീസോ, മാക്രോ എന്ന രീതിയിലും തരംതിരിച്ചിട്ടുണ്ട് ഒരു വെസ്റ്റേൺ അക്കാഡമിക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഈ മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്മോൾ, അതായത് ബേസിക് യൂണിറ്റ് ഓഫ് ദി സൊസൈറ്റി, അതായത് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ മൈക്രോ എന്ന് പറയുന്നത്. ഈ മൈക്രോയിലാണ് നമ്മളുടെ കേസ് വർക്ക് വരുന്നത്. പിന്നീട് മീസോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലാർജർ ഗ്രൂപ്പ് അല്ലെ, ഇവിടെ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പറയും. ഇപ്പം ബാക്കി വലിയ ഗ്രൂപ്പുകളിലേക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി
ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മീസോ വരും. അപ്പോൾ ഇത് മൂന്നും കൂടെ ഓർത്തിരിക്കുക. മെത്തേഡുകളെ പ്രൈമറി മെത്തേഡെന്നും സെക്കൻഡറി മെത്തേഡുകളെന്നും തിരിച്ചിട്ടുണ്ട്. പ്രൈമറി മെത്തേഡിൽ കേസ് വർക്ക് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആണ്. സെക്കൻഡറി മെത്തേഡിൽ സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വർക്ക് റിസർച്ച് എന്നാണ്. ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ അക്കാഡമിക്സിലൊക്കെ പഠിക്കുന്നത്. ബട്ട് ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വെസ്റ്റേൺ സൈഡ്സിലെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഒറിജിനേറ്റ് ചെയ്ത ഒരു പ്രൊഫഷണൽ ഫോമാണ്. അവിടെ നമ്മൾ കുറച്ചും കൂടെ നമുക്കും ആപ്ലിക്കബിൾ ആണ്. മൈക്രോ, മീസോ, മാക്രോ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും കൂടെ സോഷ്യൽ വർക്ക് മെത്തേഡ്സിനുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡിവിജ്വൽ ലെവലിൽ സ്മോൾ യൂണിറ്റിൽ നടക്കുന്ന സോഷ്യൽ കേസ് വർക്കാണ്. വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കാണ്. ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ മീസോ ആണ് ഇടയ്ക്ക് വരുന്ന. മാക്രോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ് അല്ലെ, ഗ്രൂപ്പിലാണ് മീസോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും ലാർജർ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇൻ്റർവെൻഷനൊക്കെ ചെയ്യുമ്പോൾ അത് മാക്രോ, അതായത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒരു മാക്രോ മെത്തേഡുമാണ്. അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു വർക്ക് വിത്ത് ഇൻഡിവിജ്വൽ എന്നാണ്. അപ്പോൾ സോഷ്യൽ വർക്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് കൃത്യമായിട്ടും പറയുന്നത് എങ്ങനെയാണ് നിങ്ങളൊരു ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കേണ്ടത് അല്ലേ. സോഷ്യൽ കേസ് വർക്ക് ചെയ്യുന്നത് ഇൻഡിവിജ്വലിനൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനോട് നമ്മളൊപ്പം വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെഫിനിഷനൊക്കെ എക്സാമിന് ചോദിച്ചാൽ അതിൻ്റെ ചോയ്സസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ഒരു സോഷ്യൽ കേസ് വർക്കിൽ ഇൻഡിവിജ്വലിനെ കാണുന്നത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ വർക്ക്, അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡിവിജ്വൽ ഫ്രം എ സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്നാണ്. സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്ന വ്യക്തി അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിക്ക് എനിക്കൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, എൻ്റെ ഉള്ളിൽ എൻ്റെ ബ്രെയിനും എൻ്റെ സിസ്റ്റവും അല്ലെ, എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട്, അതാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ കാണേണ്ടത് ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അല്ലേ. ഒരു സൈക്കോ സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുന്ന അല്ലേ, ഒരു സൈക്കോ സോഷ്യൽ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ഒരു ഫാക്ടറാണ് അല്ലേ. അങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിയോട് കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹോളിസ്റ്റിക് പ്രാക്ടീസാണ് അല്ലേ. എൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്തും എൻ്റെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവും അല്ലേ, എൻ്റെ സോഷ്യൽ പെർസ്പെക്റ്റീവിലും എല്ലാം നമ്മൾ വർക്ക് ചെയ്യണം. സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനെ തന്നെ മറ്റു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, സൈക്കോളജി പോലെയുള്ള മറ്റു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാക്കുന്നത് ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അല്ലേ. ഞാനെന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നത് സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവിലാണ്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലും ഞാനെന്ന വ്യക്തിയെ ഞാൻ തന്നെ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ബ്രെയിൻ സിസ്റ്റം അല്ലെങ്കിൽ എൻ്റെ ന്യൂറോളജിക്കൽ സിസ്റ്റം, എൻ്റെ മെൻ്റൽ സിസ്റ്റം അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ബയോളജിക്കൽ സിസ്റ്റം അല്ലെ. ഇപ്പം ബയോ സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്നൊക്കെയാണ് പറയുന്നത്. പുതിയ, അതായത് മൈൻഡ് ബോഡി കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ ഹെൽത്ത് സിസ്റ്റത്തിലൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ബയോളജിക്കലി, സൈക്കോളജിക്കലി, സോഷ്യലി നമ്മളൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. നമുക്ക് അസുഖം വന്നാലോ, നമുക്ക് ഡിപ്രഷനോ ആൻസൈറ്റിയോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നാലോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും നമ്മളുടെ ഫാമിലിയിലോ നമ്മളുടെ വർക്ക് പ്ലേസിലോ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലോ ഒക്കെ എന്ത് പ്രശ്നം വന്നാലും അത് നമ്മളെന്ന വ്യക്തിയെ അഫക്റ്റ് ചെയ്യും അല്ലേ. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മനുഷ്യനും. അതായത് ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളതിനെ പരിഹരിക്കേണ്ടത് ഈ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിലാണ്, ഈ സൈക്കോ സോഷ്യൽ അല്ലെങ്കിൽ ബയോ സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവിലാണ്. അയാളുടെ ബയോളജിക്കലി, മെൻ്റലി അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഒരു ചുറ്റുപാടുകളിലും കൂടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് അവർക്ക് ഒരു സോൾവ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ല സോഷ്യൽ വർക്കിൽ ചെയ്യുന്നത്. വി എംപവർ ദ പേഴ്സൺ ടു ഫൈൻഡ് ഔട്ട് ഹിസ് സൊല്യൂഷൻ ആൻഡ് എംപവർ ദം ടു സോൾവ് ഹിസ് പ്രോബ്ലംസ്. അങ്ങനെ
അല്ലേ? അപ്പം വ്യക്തിയെ കാണേണ്ടത് ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. വ്യക്തി എന്ന ഒരു മനുഷ്യനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ഫ്രം എ സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവ് ഈസ് എസെൻഷ്യൽ ഫോർ a holistic practice. And social worker view individual within the person in environment, അല്ലേ? സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പേഴ്സൺ എന്ന നിലയിൽ ആ ഫ്രെയിം വർക്കിലാണ്, വിച്ച് റെക്കഗ്നൈസ് ദാറ്റ് ദ പേഴ്സണൽ ഇഷ്യൂസ് കനോട്ട് ബി ഫുള്ളി അണ്ടർസ്റ്റുഡ് വിത്തൗട്ട് കൺസിഡറിങ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അല്ലേ? ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അല്ലേ, പേഴ്സണൽ ഇഷ്യൂസിനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു സൂയിസൈഡൽ ഐഡിയേഷനുള്ളൊരു മനുഷ്യൻ, അല്ലേ, ഫാമിലി ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തി, അല്ലേ, വർക്ക് പ്ലേസിൽ ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ കാണേണ്ടത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പേഴ്സണൽ എൻവയോൺമെൻറ്റൽ എന്ന കോൺസെപ്റ്റിൽ, ഒരു ഫ്രെയിം വർക്കിൽ, അല്ലേ, ആ ഫ്രെയിം വർക്കിൽ നമ്മൾ കാണുമ്പോൾ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്, അല്ലെ? ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ പ്രശ്നത്തെ എന്തെല്ലാം തരത്തിൽ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസിലും ആ സൈക്കോ സോഷ്യൽ ഡയമെൻഷനിലാണ് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദിസ് അപ്രോച്ച് എംഫസൈസ് ദാറ്റ് ഇൻഡിവിജ്വൽ ചലഞ്ചസ്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ചേഞ്ച് ആർ ഓഫൺ ലിങ്ക്ഡ് ടു ദെയർ സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഇൻക്ലൂഡിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്. അതാണ്, അല്ലേ, ഒരു മനുഷ്യൻ്റെ, അല്ലേ, ഈ പറയുന്നതിനൊക്കെയുള്ള ആ ഇൻഡിവിജ്വൽ ചലഞ്ചസ്. എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറേ ചലഞ്ചസ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെ, എൻ്റെ ഇൻഹിബിഷൻസ്, സോഷ്യൽ സ്കിൽ, ഈ പറയുന്നൊക്കെയുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ എക്സ്പ്രഷൻ, ഇമോഷണൽ റെഗുലേഷൻ, അല്ലെ, ഇമോഷണൽ കോമ്പിറ്റൻസ്, ഇതൊക്കെ നമ്മൾ മെൻ്റൽ ഹെൽത്തിലൊക്കെ പറയുന്നതാണ് ഒരു പേഴ്സൺ എന്ന നിലയിൽ, അല്ലേ. അതിൽ ചലഞ്ചസ് ഉണ്ടായിരിക്കും. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആയിരിക്കും, അല്ലേ. അതുപോലെ തന്നെ അയാളുടെ കോപ്പിംഗ് സ്ട്രാറ്റജീസ്, നമ്മൾ പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി, മാൽ അഡാപ്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാറുണ്ട്. ഈ പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയി നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ മനുഷ്യർ രണ്ട് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യും, അല്ലേ. അത് വ്യക്തികളുടെ ഡിഫറൻസസിനനുസരിച്ച്. ഇപ്പം ഒരു പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി ഉള്ള ഒരാൾ, അയാളുടെ ഒരു മാൽ അഡാപ്റ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അയാൾ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യും, അല്ലേ. ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമോ, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആൾക്ക് അടുത്ത് പോയി സംസാരിക്കുമോ, അല്ലെങ്കിൽ അയാൾ കുറച്ച് ഗ്യാപ്പ് എടുത്ത്, അല്ലേ, ആ സ്ട്രെസ് സിറ്റുവേഷൻസിൽ നിന്ന് മാറി നിൽക്കുകയോ, അങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാൽ അഡാപ്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ആൽക്കഹോളിക്കായി മാറുകയും കുടിക്കുകയും, അല്ലേ, വേറെ ആൾക്കാരുടെ പുറത്തേക്ക് റോങ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് ആൻഡ് മാൽ അഡാപ്റ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഇല്ലേ. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്, അല്ലേ. ആ വ്യക്തി ജീവിച്ച ചുറ്റുപാടും, അയാളുടെ ചൈൽഡ്ഹുഡും, അയാളുടെ ഫാമിലി അറ്റ്മോസ്ഫിയറും, അയാളുടെ അയാളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അയാളുടെ ചുറ്റുപാടുകളും, അയാൾക്കുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സസും, അല്ലേ. അയാളുടെ ചുറ്റുമടയിൽ നെയ്ബർഹുഡിലും അയാളുടെ പരിസരത്തുമെല്ലാം എന്തെല്ലാം റിസോഴ്സസ് അവൈലബിൾ ആണ്, അയാൾക്ക് എത്രമാത്രം അവൈലബിൾ ആണ്, അതെല്ലാം ഒരു മനുഷ്യൻ്റെ കോപ്പിംഗ് സ്ട്രാറ്റജിയെയും ഇൻഡിവിജ്വൽ ചലഞ്ചസിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇതെല്ലാമാണ്. എ പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ് എന്ന കോൺസെപ്റ്റിലാണ്, അല്ലേ. അല്ലെങ്കിൽ ഒരു സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് ഇൻഡിവിജ്വലിനെ നമ്മൾ സോഷ്യൽ വർക്കിൽ കാണുന്നത്. ആ നോളജോടുകൂടി, ആ കാഴ്ചപ്പാടോടുകൂടി, ആ വ്യൂ പോയിൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് മെത്തേഡിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. സോഷ്യൽ കേസ് വർക്ക് ഈസ് എ പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. Primary method of social work is connected with the adjustment and development of the individual towards more satisfying human relation, അല്ലേ. ഇത് കുറച്ചും കൂടെ ഹ്യൂമനുമായിട്ട്, സമൂഹവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന ഡെഫിനിഷനാണ്, അല്ലേ. അല്ലെങ്കിൽ പറയുന്നതാണ് ഈസ് കൺസേൺഡ് വിത്ത് ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ, അല്ലേ. അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ടുവാർഡ്സ് മോർ സാറ്റിസ്ഫൈങ്
human relation. So better family life, improve ഒരു നല്ല സമൂഹത്തിൽ അഡാപ്റ്റീവായിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ഒരു മനുഷ്യനെ ജീവിക്കണമെങ്കിൽ ഹി നീഡ് എ ബെറ്റർ ഫാമിലി ലൈഫ്, ഇംപ്രൂവ്ഡ് സ്കൂൾ, ബെറ്റർ ഹൗസിംഗ്, മോർ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ്, പ്രൊട്ടക്റ്റഡ് എക്കണോമിക്കൽ കണ്ടീഷൻസ് ആൻഡ് ബെറ്റർ റിലേഷൻസ് ബിറ്റ്വീൻ റിലീജിയസ് ഗ്രൂപ്പ് ഹെൽപ്പ്. അല്ലേ, ഇതെല്ലാമാണ് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടത്. അല്ലേ, ആൻഡ് ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ, എല്ലാ വ്യക്തിക്കും ഇത്തരം റിസോഴ്സസുകൾ അല്ലെങ്കിൽ ഇത്തരം ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ മനുഷ്യന്റെ ഡെവലപ്മെന്റിന് വളരെയധികം ആവശ്യമാണ്. എന്നാൽ but this adjustment and development depend on the use of these resources by him. അല്ലെ, ഓരോ വ്യക്തിയും ഈ റിസോഴ്സുകളെ എത്രമാത്രം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നു, എത്രമാത്രം ഇതെല്ലാം വ്യക്തിക്ക് അക്സസബിൾ ആണ്. അല്ലേ, സമൂഹത്തിൽ ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, അല്ലെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാ മനുഷ്യനും ഇത് അക്സസബിൾ ആയിരിക്കണമെന്നില്ല, അല്ലെ, നേടിയെടുക്കാൻ കഴിയണമെന്നില്ല. അതിന് സോഷ്യൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ, മെന്റൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, വൾണറബിലിറ്റീസ് ഉണ്ടായിരിക്കും. അല്ലെ, അതാണ് അവിടെ പറയുന്നത്. ദിസ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ഓൺ ദ യൂസ് ഓഫ് ദീസ് resources by him. Sometimes, due to certain factors, internal and external, he fails to availing existing facilities. In such situation, social case worker ഹെൽപ്സ് ഹിം എന്നാണ് പറയുന്നത്. അല്ലേ, ഓരോ വ്യക്തിക്കും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കറണ്ട് സിറ്റുവേഷനിലേക്ക് എടുക്കുമ്പോൾ എല്ലാ സമൂഹവും ഒരു പരിധിക്കപ്പുറം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അല്ലേ, നമ്മൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളും രാജ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ചും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മൾക്ക് ചുറ്റുപാടും ഈ പറയുന്ന മനുഷ്യനൊരു ബെറ്ററായിട്ട് അഡാപ്റ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റൽ ഓറിയൻറ്റഡ് ആയിട്ട് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരുടെ ചുറ്റുപാടുകളുണ്ട്, അല്ലെ, റിസോഴ്സുകളുണ്ട്. പക്ഷെ എല്ലാ മനുഷ്യർക്കും ചില കാരണങ്ങൾ കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലെ, നമ്മൾ ഈ പറയുന്ന കണക്കുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അല്ലെ, പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ, അതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെ, ഒരു മനുഷ്യനുള്ളിൽ തന്നെ അയാളുടെ കോൺഫിഡൻസ് ഇഷ്യൂ, അല്ലെ, അയാളുടെ മെൻ്റലായിട്ടുള്ള ചലഞ്ചസ്, അല്ലെ, അയാൾക്കുള്ള ഇൻഹിബിഷൻസ്, അതെല്ലാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. അപ്പം അതിനും ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടാകുന്നതിന് കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കുറേ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പം ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇൻഡിവിജ്വൽ in environment, a person in environment എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ സോഷ്യൽ കേസ് വർക്ക് അപ്രോച്ച് ചെയ്യുകയും എല്ലാ വ്യക്തികളെയും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ദ സോഷ്യൽ കേസ് വർക്ക് ഈസ് 1-to-1 റിലേഷൻഷിപ്പ്. ഇവിടെയാണ് സാധാരണ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ വർക്ക് എന്ന് വെച്ചാൽ 1-to-1 റിലേഷൻഷിപ്പാണ്. അല്ലേ, അതായത് ഒരു കേസ് വർക്കറും അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറും കേസ് വർക്കർ എന്നാണ് സാധാരണ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ പറയുന്നത് സോഷ്യൽ കേസ് വർക്കറാണ്. കേസ് വർക്കറാണ് അയാളുടെ ക്ലയൻറ്റ്, അല്ലേ, ക്ലയൻറ്റ് അല്ലെങ്കിൽ ആ പേഴ്സൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അല്ലെ, റിലേഷൻഷിപ്പാണ് സോഷ്യൽ കേസ് വർക്കിൽ ഉള്ളത്. ആ 1-to-1 റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കേസ് വർക്കർ ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ഹെൽപ്പ് വേണ്ടത്, അല്ലെ, പേഴ്സൺ എന്ന് പറയും. അല്ലെ, പേഴ്സൺ എൻവയോൺമെന്റിലുള്ള അല്ലെങ്കിൽ ക്ലയൻറ്റിനായിരിക്കും വിച്ച് വർക്ക്സ് ഇൻ ഹെൽപ്പിംഗ് ദ ഇൻഡിവിജ്വൽ ഫോർ ഹിസ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അല്ലേ, അപ്പം അയാളുടെ ചലഞ്ചസും, അല്ലേ, അയാളുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസും, അല്ലെ, ഇൻ സർട്ടൻ ഫാക്ട് എന്താണോ അയാളുടെ ഡെവലപ്മെന്റിനും അയാളുടെ അഡാപ്റ്റേഷനും ഗ്രോത്തിനും എല്ലാം ചലഞ്ച് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1-to-1 റിലേഷൻഷിപ്പാണ് സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
സോ സോഷ്യൽ കേസ് വർക്ക് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ വർക്ക് ഉണ്ടായപ്പോൾ സോഷ്യൽ വർക്കിൻ്റെ ഒരു എമർജൻസ് ടൈമിൽ തന്നെ വന്നിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് അപ്രോച്ച് എന്ന് തന്നെ പറയാം സോഷ്യൽ കേസ് വർക്കിനെ. ഇതിൻ്റെ ഹിസ്റ്ററിയിൽ സോഷ്യൽ കേസ് വർക്ക് ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് has emerged from the process of industrialization and its concomitant urbanization ആണ്. അപ്പോൾ ഇതും നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെ, നമ്മളുടെ ഒരു എല്ലാ സമൂഹവും വളരെ അഗ്രികൾച്ചറൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈമറി അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ഹ്യൂമൻ ബീയിങ്സ് കൃഷി ചെയ്യാൻ തുടങ്ങുകയും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ഫാമിലികളും കുടുംബങ്ങളും കമ്മ്യൂണിറ്റികളും ഉണ്ടായി തുടങ്ങുകയും അതിനുശേഷം യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെൻറ്റിന് എല്ലാ സമൂഹവും പോകുകയും എല്ലാ സമൂഹവും മൂവ് ചെയ്യുകയും യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ റൂറലായിട്ടുള്ള അല്ലെങ്കിൽ കാടുകളിലും ചെറിയ ചെറിയ വില്ലേജുകളിലുമൊക്കെ വളരെ പീസ്ഫുള്ളായിട്ട് അല്ലെ, വളരെ ഈ പറഞ്ഞുള്ള ഇടതിങ്ങിപ്പാർക്കാത്ത അങ്ങനെയൊക്കെയുള്ള വളരെ പീസ്ഫുള്ളായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യർ അർബൻ അല്ലെ, അർബൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുകയും അർബനൈസേഷൻസ് ഉണ്ടാകുകയും അല്ലെ, ഇൻഡസ്ട്രികൾ ഉണ്ടാവുകയും ഇൻഡസ്ട്രികളിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതിനു ചുറ്റും തിങ്ങിപ്പാർക്കാൻ തുടങ്ങുകയും അവിടെ അതിൻ്റെതായ ഡെവലപ്മെൻറ്റുകൾ വരികയും അർബൻ സിറ്റീസുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അർബൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവുകയും അർബനൈസേഷൻ നടക്കുകയും ചെയ്യും. അതായത് റൂറൽ ഏരിയയിൽ നിന്ന് ആൾക്കാർ ഇടുതിങ്ങി പാർക്കുന്ന ഏരിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളുള്ള ഏരിയകളിലേക്ക് പോവുകയും അവിടെ മനുഷ്യരുടെ ഫാമിലിയിലും കമ്മ്യൂണിറ്റിയിലും ഇതിൻ്റെയൊക്കെ ഡൈനാമിക്സിലും അല്ലെ മനുഷ്യ ബന്ധങ്ങളിലും വ്യത്യാസം ഉണ്ടാവുകയും വലിയൊരു വ്യത്യാസം ഉണ്ടായത് ഹാവ് അല്ലെങ്കിൽ ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമാണ് അല്ലെ, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വലിയ അന്തരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനോടൊപ്പമാണ് നമുക്ക് സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു സമസ്യ അല്ലെങ്കിൽ ഒരു ഫാക്ടർ ഉണ്ടാവുകയും ചെയ്തത് അല്ലേ. ഈ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുകയും പ്രിവിലേജഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ബെറ്റർ അവൈലബിലിറ്റി അല്ലെങ്കിൽ ബെറ്റർ സൗകര്യങ്ങൾ ഉണ്ടാവുകയും ഇല്ലാത്ത ആൾക്കാർ അല്ലേ അവരുടെ കയ്യിൽ ഈ പറയുന്നവർക്കുള്ള പോവർട്ടി, ഡിസീസസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ്, തെഫ്റ്റ് അല്ലേ അങ്ങനെ അല്ലേ ഉള്ള സമൂഹമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുകയും രോഗങ്ങൾ ഉണ്ടാവുകയും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ഇതുപോലെ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അംഗവൈകല്യങ്ങൾ, ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ഇവർക്ക് ജീവിക്കാനുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഈ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു സമൂഹം എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാവുകയും അല്ലെ പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിൽ അവർ ഇതിനെ ആദ്യമേ തന്നെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന രീതിയിലാണ് അല്ലേ. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ പടർന്നു പിടിക്കും. ഈ ഉള്ളവരും ഇല്ലാത്തവരും അല്ലെങ്കിൽ ഫൈനാൻഷ്യലി വലിയ അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രൈം ഉണ്ടാവുകയും അല്ലേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി അല്ലെങ്കിൽ മർഡർ ഉണ്ടാവുകയും ആക്രമിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ സമൂഹത്തിൽ മൊത്തത്തിലൊരു പ്രശ്നം അല്ലെ സോഷ്യൽ പ്രോബ്ലംസ് പല രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ പുതിയ വർക്കിംഗ് കണ്ടീഷനുകളിൽ പുതിയ കരിയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുകയും ന്യൂക്ലിയർ ഫാമിലി എമേർജ് ചെയ്യുകയും ഈ സോഷ്യൽ കൺട്രോൾ എന്നൊക്കെ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ മാരേജ്, ഫാമിലി അങ്ങനെയൊക്കെ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയും അവർ ആൾക്കാർക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് വേണ്ട പണവും മരുന്നും സൗകര്യങ്ങളുമൊക്കെ വിതരണം ചെയ്യാൻ തുടങ്ങി അല്ലേ. ആ അവസരത്തിൽ അതിന് ഒരു പ്രശ്നം കണ്ടെത്തി. കാരണം ആർക്കാണ് വേണ്ടത്, ആരാണ് ശരിക്കും ഇതിന് അർഹതപ്പെട്ടത്, അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നമ്മൾ നടത്തേണ്ട ഒരാവശ്യം വന്നു. അപ്പം ഇങ്ങനത്തേക്കൊരു സാഹചര്യത്തിലാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അമേരിക്ക,
അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ, യൂറോപ്യൻ കൺട്രികളിലും മറ്റും ഇങ്ങനെ ഒരു ആവശ്യം, ഇങ്ങനെ ഇത്തരം വൾണറബിലിറ്റീസിനെയും ഇത്തരം സോഷ്യൽ പ്രോബ്ലംസിനെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നതിനും അമ്യൂണിറ്റീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് സയൻറ്റിഫിക്കായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും, അതായത് വേണ്ടവർക്ക്, ഏറ്റവും അർഹതപ്പെട്ടവർക്ക് വളരെ ലിമിറ്റഡ് ആണല്ലേ, അങ്ങനത്തെ റിസോഴ്സുകൾ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ലിമിറ്റഡ് ആയിട്ടുള്ള സഹായങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ട്രെയിനഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ്, ട്രെയിൻ ചെയ്യപ്പെട്ട ആൾക്കാരുണ്ടാവുകയും അവരെ സോഷ്യൽ കേസ് വർക്കർ എന്ന നിലയിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതെ, അങ്ങനെയാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു എമർജൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. And social case work as a method of social work has emerged from the process of industrialization and its concomitant urbanization. It is the offspring of the charity organization societies movement. ഈ ഞാൻ മുമ്പേ പറഞ്ഞ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെ, നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ അത് ഓർഗനൈസ്ഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി മൂവ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് 1869കളിലൊക്കെ തുടങ്ങുകയും 1870കളിലൊക്കെ സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. ബട്ട് ദ ഫസ്റ്റ് തിയറിറ്റിക്കൽ ഫോർമുല, അവിടെയാണ് സോഷ്യൽ കേസ് വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനഡ് ആയിട്ടുള്ള, ഇങ്ങനെ ചാരിറ്റി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പം അത് കൂടുതലും 1-to-1 അപ്രോച്ച് ആയിരുന്നു. അവിടെയാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഫ് സ്പ്രിങ് ആയിരുന്നു സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ദ ഫസ്റ്റ് തിയറിറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് മേരി റിച്ച്മണ്ട്സ് ബുക്ക് സോഷ്യൽ ഡയഗ്നോസിസ്. ഈ മൂവ്മെൻറ്റിലൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ നടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു മേരി റിച്ച്മണ്ട് എന്ന് പറയുന്നത്. മേരി റിച്ച്മണ്ട് നമ്മൾ മദർ ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയാറുണ്ട്. അവരുടെ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന ബുക്കിലാണ്, ഓർത്ത് വെക്കുക, സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 1917 മേരി റിച്ച്മണ്ടിൻ്റെ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന ബുക്കിലാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫോർമേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂൻ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടിയാണ്. ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കൽ ഫോർമുലേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മേരി റിച്ച്മണ്ടാണ്. അവരുടെ ബുക്ക് സോഷ്യൽ ഡയഗ്നോസിസ് എന്നാണ്. അത് 1917 പുറത്തു വന്നത്. ദ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ ലണ്ടൻ. ചാരിറ്റി ഓർഗനൈസേഷൻ 1917 ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം അതിനെ പറ്റിയിട്ടൊരു ബ്രീഫ് നോട്ടാണ്. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഇൻ 1870 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. Was one of the earliest organized efforts to systemize charity work, focusing on case work, investigation and coordination of relief to avoid duplication and misuse of aid. It played a crucial role in shaping modern social work practice. അത് പറയുന്നത്, അതായത് സോഷ്യൽ വർക്ക് നമ്മളുടെ ചാരിറ്റി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലേ, ആ ഹെൽപ്പുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നാണ് അല്ലേ അവരുടെ ഒരു എഫേർട്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ചാരിറ്റി അത് സിസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഡ്യൂപ്ലിക്കേഷൻസും മിസ്യൂസും ഒന്നും ഉണ്ടാവാതെ അത് കോർഡിനേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി 1869 ഫൗണ്ട് ചെയ്യപ്പെട്ടത്. അതായത് 1869 ലണ്ടനിലാണ്. ഒക്ടേവിയ ഹാൾ, ചാൾസ് ലോച്ച് ആൻഡ് അതേഴ്സ് ആണ് ഇവരൊക്കെയാണ് കമ്മ്യൂണിറ്റി COSൻ്റെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഹിൽ ആൻഡ് ലോച്ച്, ഒക്ടേവിയ ഹിൽ ആൻഡ് ചാൾസ് ലോച്ച്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാഡ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് പോവർട്ടി ആൻഡ് ചാരിറ്റബിൾ എഫേർട്സ് വെയർ ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ഓഫൺ ഓവർലാപ്പിംഗ്. ആ സിറ്റുവേഷനിലായിരുന്നു ഇങ്ങനെയൊരു മൂവ്മെന്റ് ഉണ്ടായത് ടു കോർഡിനേറ്റ് ദ ചാരിറ്റബിൾ റിലീഫ്
ഇൻവെസ്റ്റിഗേറ്റ് ആപ്ലിക്കൻസ്, അതായത് ഒരു റിലീഫ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ അതിനെ ആപ്ലിക്കേഷൻസുകൾ വിളിക്കുകയും അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഹോം വിസിറ്റുകൾ നടത്തുകയും ഹോം വിസിറ്റൊക്കെ വീടുകളിൽ പോയി അവരെ കാണുകയും ഹോം വിസിറ്റുകൾ നടക്കുകയും ആൻഡ് പ്രൊമോട്ട് സെൽഫ് ഹെൽപ്പ് റാദർ ദാൻ ഇൻക്രിമിനേറ്റ് ഗിവിങ് എന്ന് പറയുന്നത്. സോഷ്യൽ വർക്ക് പഠിപ്പിക്കാൻ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ വിശക്കുന്ന ഒരാൾക്ക് നമ്മളൊരു മീൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്, അയാൾക്കൊരു ചൂണ്ട കൊടുത്ത് മീൻ പിടിക്കാനായിട്ട് അയാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അയാൾ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. ആ ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ വർക്കിലും സോഷ്യൽ കേസ് വർക്കിലും ഉടനീളം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് അത് അപ്ലൈ ചെയ്ത് സർക്കംസ്റ്റാൻസസുകൾ നോക്കി അതിനോടൊപ്പം തന്നെ ഇറ്റ്സ് പ്രൊമോട്ട് സെൽഫ് ഹെൽപ്പ് അല്ലേ. ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽഫ് എന്നാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ഓർക്കുന്ന ആ ഒരു കാര്യം. ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽഫ്. rather than ഇൻഡിസ്ക്രിമിനേറ്റ് ഗിവിങ് അല്ലേ. നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പരിഹാരമല്ല. അവരെ ഹെൽപ്പ് ചെയ്യാനായി സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഒരു കേസ് വർക്ക് അപ്രോച്ച് ആയിരുന്നു COS ഉണ്ടായിരുന്നത്. ദ ഐഡിയ ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് കേസ് വർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഈച്ച് ആപ്ലിക്കൻസ് നീഡ്സ് ബിഫോർ പ്രൊവൈഡിങ് എയ്ഡ്. അതിൻ്റെ കോർഡിനേഷൻ, ദ വർക്ക് ടു പ്രിവെൻറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസ് ബൈ ബ്രിങ്ങിങ് ടുഗദർ ഡിഫറെൻറ്റ് ചാരിറ്റീസ് അണ്ടർ വൺ അംബ്രല അതുണ്ടായിരുന്നു. ആൻഡ് മോറൽ ഫിലോസഫി ബിലീവ്ഡ് ഇൻ എൻകറേജിങ് ത്രിഫ്റ്റ്, sobriety and self-reliance among the poor. Self-help ആണ്. Professionalization, COS laid the foundation for social work as a profession, emphasizing training, record keeping and systematic method അല്ലേ. ഇതാണ് COSൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീൻ്റെ ഒരു പ്രധാന റിസൾട്ടായിട്ട് കാണുന്നത് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ്റെ എമർജൻസും ഗ്രോത്തുമായിരുന്നു. അവിടെയാണ് എന്താണ് സ്ട്രെയിൻ ചെയ്യുകയും അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ഓരോ ക്ലയൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് സിസ്റ്റമാറ്റിക്കായിട്ട് ഫയൽ ചെയ്യപ്പെടുക എന്നുള്ളത്. അതുപോലെ ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ്, ആ മെത്തേഡാണ് നമ്മൾ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷനും റിസർച്ചും ഒക്കെ ആയിട്ട് പിന്നീട് അക്കാഡമിക് ലെവലിൽ അത് ഗ്രോ ചെയ്തത്. ഇന്ത്യയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഒക്കെയാണ് അങ്ങനെ ആ രീതിയിൽ ആദ്യമായിട്ട് വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നീട് സൗത്ത് ഇന്ത്യയിൽ ലയോള അല്ലെങ്കിൽ രോഷ്നി നിലയ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുകയും സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനെ ഒരു അക്കാഡമിക് ലെവലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും, പ്രത്യേകിച്ചും ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത് അവസാനം. ഇത് സോഷ്യൽ കേസ് വർക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ കേസ് വർക്ക് അല്ലെങ്കിൽ കേസ് വർക്ക് ഈസ് കണക്ട് എന്തുമായിട്ടാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടുവാർഡ്സ് മോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ റിലേഷൻസ്, അവിടെയാണ് കേസ് വർക്കറും കേസ് വർക്കും വർക്ക് ചെയ്യുന്നത്. a better family life, improved schools, better housing, more healthcare facilities, protected economical condition, better relationship with religious group. നമ്മൾ ഒരു ഡെഫിനിഷൻസിൽ പറഞ്ഞു വന്ന് ചെയ്തതാണ്. സോ മേരി റിച്ച്മണ്ട് ഡെഫിനിഷൻ ഓഫ് കേസ് വർക്ക് ആണ് നമ്മളിനി നോക്കുന്നത്. ഇത് ഷീസ് കൺസിഡർ ആസ് ദ മദർ ഓഫ് സോഷ്യൽ കേസ് വർക്ക്. മേരി റിച്ച്മണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് മേരി റിച്ച്മണ്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളത് നമ്മുടെ ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്കാണ്. സോഷ്യൽ കേസ് വർക്ക് എന്താണെന്ന് ബേസിക്കലി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി സോഷ്യൽ കേസ് വർക്കിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. കാരണം എക്സാമിന് ഒരു വേർഡ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു കീ വേർഡ് തന്നിട്ട് അത് ആരുടെ ഡെഫിനിഷൻസ് ആണെന്ന് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് മേരി റിച്ച്മണ്ട് തന്നെ 3 ഡെഫിനിഷൻസ് ആണ്. 1915, 1950, 1970, 1922 കാലഘട്ടങ്ങളിൽ മേരി റിച്ച്മണ്ട് തന്നെ പല പബ്ലിക്കേഷൻസിലായിട്ട് വന്നിട്ടുള്ള സോഷ്യൽ വർക്കിൻ്റെ 3 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ്. ഇതാണ് ഡെഫിനിഷൻസ്. നമ്മളിതിൻ്റെ ഒരു സമ്മറൈസ് ചെയ്യുമ്പോൾ 1915
മേരി റിച്ച്മണ്ട് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ കേസ് വർക്ക് ഈസ് ആൻ ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ അല്ലേ. ഡിഫറെൻറ്റ് പീപ്പിളിനോട് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടായിട്ടാണ്. അപ്പോൾ ആ ഒരു വേർഡ് വന്നാൽ ആരുടെ ഡെഫിനിഷൻസ് എന്ന് ചോദിച്ചാൽ മേരി റിച്ച്മണ്ട് എന്ന് എഴുതണം. അത് സോഷ്യൽ കേസ് വർക്ക് ഈസ് ദ ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് അല്ലെ 1915 ഉള്ള ഡെഫിനിഷനാണത്. ദ ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. പിന്നീട് അതിനോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് എംഫസൈസ് ദ കോപ്പറേഷൻ വിത്ത് ക്ലയൻസ് റാദർ ദാൻ ഡൂയിങ് തിങ്സ് ഫോർ ദം അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയല്ല, അവരുമായി സഹകരിച്ച് അവരുമായിട്ട് സഹകരിക്കുക എന്നതാണ് സോഷ്യൽ കേസ് വർക്ക് എംഫസൈസ് ചെയ്യുന്നത്. ദ ഗോൾ ഈസ് ടു ഇംപ്രൂവ് ബോത്ത് ദ ഇൻഡിവിജ്വൽസ് വെൽബീയിങ് ആൻഡ് സൊസൈറ്റീസ് വെൽഫെയർ. അങ്ങനെ നമ്മൾ വ്യക്തികളോട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ എയിം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനോടൊപ്പം ഇൻഡിവിജ്വലിൻ്റെ വെൽബീയിങ്ങിനോടൊപ്പം സൊസൈറ്റിയുടെ വെൽഫെയർ കൂടിയാണ്. ദ ഗോൾ ഈസ് ടു ഇംപ്രൂവ് ബോത്ത് ദ ഇൻഡിവിജ്വൽസ് വെൽബീയിങ് ആൻഡ് സൊസൈറ്റീസ് വെൽഫെയർ അല്ലേ. അതാണ് 1915 മേരി റിച്ച്മണ്ട് ഡെഫിനിഷനിൽ പറഞ്ഞത്. കേസ് വർക്ക് മേ ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ് ഫോർ ആൻഡ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ ബൈ കോപ്പറേറ്റിംഗ് വിത്ത് ദം ടു അച്ചീവ് അറ്റ് വൺ ആൻഡ് ദ സെയിം ടൈം ദെയർ ഓൺ ആൻഡ് സൊസൈറ്റീസ് ബെറ്റർമെൻറ്റ്. അങ്ങനെ ഒരു ഡെഫിനിഷനാണ് 1915 മേരി റിച്ച്മണ്ട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? വർക്കിംഗ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ അല്ലേ. ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ എംഫസൈസ് ചെയ്യുന്നത് കോഓപ്പറേഷനാണ് റാദർ ദാൻ ഡൂയിങ് തിങ്സ് ഫോർ ദം അല്ലേ. അതുപോലെ തന്നെ വ്യക്തിക്കൊപ്പം സമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് 1915 ഡെഫിനിഷനിൽ ഓർത്തിരിക്കേണ്ടത്. രണ്ടാമത്തത് റിച്ച്മണ്ടിൻ്റെ 1917 വന്ന മറ്റൊരു ഡെഫിനിഷനാണ്. സോ സോഷ്യൽ കേസ് വർക്ക് ഈസ് ദ ആർട്ട് ഓഫ് ബ്രിങ്ങിങ് അബൌട്ട് ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ഇൻഡിവിജ്വൽ സോഷ്യൽ റിലേഷൻഷിപ്പ്. അവിടെ കോഓപ്പറേഷനും സൊസൈറ്റൽ ബെറ്റർമെൻറ്റും ഒക്കെ പറഞ്ഞപ്പോൾ അല്ലേ, അവിടെ ആർട്ട് ഓഫ് വർക്കിംഗ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഈ 1917 ഓർത്തിരിക്കേണ്ടത് അവിടെ റിച്ച്മണ്ട് പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽസ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് അല്ലേ. ഇതെല്ലാം സോഷ്യൽ വർക്കിൽ പെടുന്നതാണെങ്കിലും സോഷ്യൽ വർക്കിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഇതിലേക്ക് വന്നപ്പോൾ ഒരു സമൂഹത്തിൽ ഏറ്റവും ബെറ്ററായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലേ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, നമ്മളുടെ നമുക്ക് ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ബന്ധങ്ങളുണ്ട് അല്ലെ. വീട്ടിലുള്ള ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഇൻഫോർമൽ എന്ന് പറയാം. പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളും അച്ഛനമ്മ സഹോദരങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പ്രൊഫഷണലി അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാ റിലേഷൻഷിപ്പുകളെയൊക്കെ നമ്മൾ ഇൻഫോർമൽ എന്ന് പറയും അല്ലേ. ഇവിടെ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ മറ്റൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. 2 സിസ്റ്റമാണ് ഈ പറയണക്ക്. എൻ്റെ സൈക്കോ സോഷ്യൽ സിസ്റ്റം, വേറൊരാളുടെ സൈക്കോ സോഷ്യൽ സിസ്റ്റം, അല്ലെങ്കിൽ വേറൊരു സമൂഹത്തിൻ്റെ ഡൈനാമിക്സും എല്ലാം അല്ലേ. ഇവിടെ എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് അല്ലേ സമൂഹത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ താന്നു കൊടുക്കുക എന്നല്ല അല്ലെ. നമ്മളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ സൈക്കോ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് ജീവിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് 1917 പറഞ്ഞു ദ ഫോക്കസ് ഈസ് ഓൺ ഇംപ്രൂവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. അപ്പോൾ 1917 പൊതുവായിട്ട് പറഞ്ഞത് അതാണ്, ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് റിലേഷൻഷിപ്പ്. അതെന്ന് പറഞ്ഞാൽ ഫാമിലി, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും. പിന്നീട് 1922 മേരി റിച്ച്മണ്ട് മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു വിശദീകരണം സോഷ്യൽ കേസ് വർക്കിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ കേസ് വർക്ക് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് പേഴ്സണാലിറ്റി ത്രൂ കോൺഷ്യസ് അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇവിടേക്ക് വന്നപ്പോൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് പേഴ്സണാലിറ്റി എന്നാണ് 1922 മേരി റിച്ച്മണ്ടിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് പേഴ്സണാലിറ്റി.
through conscious adjustment between individual and the social environment. 17 പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ് അതിലേക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അല്ലേ? നമ്മളെന്ന വ്യക്തിയെ തന്നെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളുകളിലും നമ്മൾ വീടുകളിലും അല്ലെ നമ്മൾ തിയറികളും എല്ലാം പഠിച്ചില്ലേ? എറിക്സന്റെ ആണെങ്കിലും കോൾബർഗിൻ്റെ ആണെങ്കിലും വി ലേൺഡ് പിയാഷയുടെ ആണെങ്കിലും ഡെഫിനിഷൻസ് നമ്മൾ കുറേയധികം ഡെവലപ്മെൻറ്റൽ തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീടുകളിലും സോഷ്യലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ കോളേജ് സ്കൂളുകളിലും മറ്റും സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന നടക്കുന്നുണ്ട്, അല്ലേ? ഇതിലെല്ലാം നമ്മൾ വ്യക്തിയെ സജ്ജരാക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് അഡാപ്റ്റീവായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആ ബാലൻസ് ഇഷ്യൂ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ ചെയ്യുന്നത് പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക്, സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രോബ്ലം ഉള്ള വ്യക്തികളുടെ പേഴ്സണാലിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നാണ് സോഷ്യൽ കേസ് വർക്കിൽ ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു സമൂഹത്തിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് സക്സസ്ഫുള്ളായിട്ട് ഒരു വ്യക്തിക്ക് അവരുടെ സോഷ്യൽ റിസോഴ്സസുകളും ഓപ്പർച്യൂണിറ്റീസുകളും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് പ്രോസസ്സാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന മേരി റിച്ച്മണ്ടിൻ്റെ 1922 ഡെഫിനിഷനിൽ പറയുന്നത്. ഇത് അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽ യൂസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് അഡാപ്റ്റ് പോസിറ്റീവ്ലി, അല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അവൈലബിലിറ്റീസും ചലഞ്ചസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ്റെ പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ്, അല്ലേ? ഇവിടെ റിച്ച്മണ്ടിൻ്റെ ഡെഫിനിഷനിൽ പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും വന്നിട്ടുണ്ട്. പ്രോസസ് ഇൻ ഡെവലപ്പിംഗ് പേഴ്സണാലിറ്റി, പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് യൂസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് അഡാപ്റ്റ് പോസിറ്റീവ്ലി. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, അല്ലേ? ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്ട്രെങ്തും യൂസ് ദെയർ സ്ട്രെങ്ത് ടു അഡാപ്റ്റ് പോസിറ്റീവ്ലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടെ കോൺട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ ആരുടെ ഡെഫിനിഷനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നെറ്റിൻ്റെയോ മറ്റോ ഒരു ക്വസ്റ്റ്യൻ ആണ്, നെറ്റ് എക്സാമിൻ്റെ. സോ റിച്ച്മണ്ട് സോഷ്യൽ കേസ് വർക്ക് മീൻസ് ദോസ് പീപ്പിൾ, ദോസ് പ്രോസസ്, അതായത് ദോസ് പ്രോസസ്, അല്ലേ? സോഷ്യൽ കേസ് വർക്കിനെ ഒരു പ്രോസസ്സായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഡെവലപ്പ് പേഴ്സണാലിറ്റി ത്രൂ അഡ്ജസ്റ്റ്മെന്റ് കോൺഷ്യസ്ലി അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ബൈ consciously affected individual by a individual between men and their social environment. അതായത് വ്യക്തികളും സമൂഹവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക്, അല്ലേ, അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ത്രൂ എ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ കേസ് വർക്ക് മീൻസ് ദോസ് പ്രോസസ് വിച്ച് ഡെവലപ്പ് പേഴ്സണാലിറ്റി through adjustment consciously affected individual by individual between men and their social environment. വ്യക്തികളും സമൂഹവും വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ഒരു ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കോൺഷ്യസ്ലി അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ കേസ് വർക്ക് എന്നാണ് മേരി റിച്ച്മണ്ടിൻ്റെ വളരെ എലാബറേറ്റഡ് ആയിട്ടുള്ള 1922 ഡെഫിനേഷനിൽ പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക, മേരി റിച്ച്മണ്ടിൻ്റെ ഡെഫിനിഷൻസ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കീ ഐഡിയ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം എക്സാമിന് ചോദിച്ചാൽ മേരി റിച്ച്മണ്ടിനെ നമുക്ക് പറയാൻ പറ്റും. സോ ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് പ്രോസസ് ആണെന്ന് പറയുന്നു. ആൻഡ് ഫോക്കസ് ഓൺ പേഴ്സൺ ഇൻ എൻവയോൺമെന്റ് ഇൻട്രാക്ഷൻ ആണെന്ന് പറയുന്നു. ഇംപ്രൂവ്മെന്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. ദ ഡെവലപ്മെന്റ് ഓഫ് ദ ക്ലയൻസ് പേഴ്സണാലിറ്റി ആൻഡ് കപ്പാസിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നു. കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദ സോഷ്യൽ വർക്കർ ആൻഡ് ക്ലയൻറ്റ് എന്ന് പറയുന്നു, അല്ലേ? and simultaneous concern for individual welfare and social betterment എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ പറ്റി പറയുന്നു. ഫൗണ്ടേഷൻ ഫോർ ദ സയന്റിഫിക് മെത്തഡ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻക്ലൂഡിംഗ് social diagnosis
ആൻഡ് പ്ലാൻഡ് ഇൻ്റർവെൻഷൻ. ഇത് അവരുടെ ബുക്കുകളാണ്. സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻക്ലൂഡിങ് സോഷ്യൽ ഡയഗ്നോസിസ് ആൻഡ് പ്ലാൻഡ് ഇൻ്റർവെൻഷൻ. ഇതേ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കുന്നതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഡയഗ്നോസിസ് ആൻഡ് പ്ലാൻഡ് ഇൻ്റർവെൻഷൻ എല്ലാം. അപ്പോൾ ഇതാണ് മേരി റിച്ച്മണ്ടിൻ്റെ ഒരു കീ ഐഡിയ ഓഫ് മേരി റിച്ച്മണ്ട് അപ്രോച്ചിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പേഴ്സൺ ഇൻ എൻവയോൺമെൻറ്റ്, ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഹെൽപ്പിംഗ് പ്രോസസ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് കപ്പാസിറ്റീസ്, കോപ്പറേഷൻ ബിറ്റ്വീൻ സോഷ്യൽ വർക്കർ ആൻഡ് ക്ലയൻറ്റ്, അല്ലേ, കൺസേൺ, അല്ലേ, സമൂഹത്തോടെ വ്യക്തിക്കൊപ്പം സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റും, ഇൻഡിവിജ്വൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ്, ഫൗണ്ടേഷൻ ഫോർ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻക്ലൂഡിങ് സോഷ്യൽ ഡയഗ്നോസിസ് ആൻഡ് പ്ലാൻഡ് ഇൻ്റർവെൻഷൻ. അപ്പോൾ റിച്ച്മണ്ടിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ മറ്റു ചില സോഷ്യൽ വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ കേസ് വർക്കേഴ്സിൻ്റെ സോഷ്യൽ വർക്കിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണ്. ഞാൻ വളരെ ചുരുക്കി ആ കീവേഡ്സ് മാത്രമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ജാരറ്റ് 1990 പറഞ്ഞിരിക്കുന്നത് റീസ്റ്റോറിങ് ദ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവയോൺമെൻറ്റ്, അല്ലെ, അതാണ് ജാരറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻസ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കേസ് വർക്കിനെ വിശദീകരിക്കുന്നത് എൻവയോൺമെൻ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കീവേഡാണ് ഓർത്ത് വെക്കേണ്ടത്. റീസ്റ്റോറിങ് ദ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. അതായത് റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്നൊരു വ്യക്തി അയാളുടെ എൻവയോൺമെൻറ്റുമായിട്ട്, അയാൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളാണ്, അല്ലേ, അയാളുടെ പ്രശ്നം പരിഹരിച്ച് അയാളുടെ എൻവയോൺമെൻറ്റിലേക്ക് തന്നെ അയാളെ തിരിച്ചുവിടുക. ഇതാണ് നമ്മളുടെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലേ. ആ സമൂഹത്തിൽ തന്നെ അയാൾ തുടർന്ന് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളെ റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക വിത്ത് പ്രോപ്പർ സ്കിൽ ടു ഓവർകം ദ ഇഷ്യൂ, അല്ലേ. ഒരാൾ സമൂഹത്തിൽ അയാളുടെ സമൂഹവുമായിട്ടോ കുടുംബവുമായിട്ടോ അയാൾക്ക് പ്രശ്നമുണ്ട്. ആ കറണ്ട് പ്രശ്നത്തിനെ നമ്മൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ വർക്ക് പ്ലേസിലോ ഒക്കെ തുടർന്ന് ജീവിക്കുമ്പോഴും പിന്നീടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അയാൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റണം, അല്ലേ. എവറി ടൈം വി കനോട്ട് ഹൗ ടു റീച്ച് ടു ഹിം ടു സോൾവ് ഹിസ് പ്രോബ്ലം, അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ വി ക്യാൻ റീസ്റ്റോർ ഹിം ടു കണ്ടിന്യൂ ഹിസ് റിലേഷൻഷിപ്പ്, continue his cooperation, continue his living with the environment he is actually in, അല്ലെ. അയാളുള്ള സമൂഹത്തിൽ അയാൾക്ക് തുടർന്ന് ജീവിക്കുവാൻ വേണ്ടിയിട്ട് അയാൾ റീസ്റ്റോർ ചെയ്യുക. അതാണ് ജാരറ്റിൻ്റെ ഡെഫിനിഷനാണ്. ജാരറ്റ് 1919 ഡെഫിനിഷനാണ്. അതുപോലെ താഫിൻ്റെ ട്രീറ്റിംഗ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സൺ, അല്ലേ. ട്രീറ്റിംഗ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലേ. മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് താഫ്റ്റിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡും ഓർത്ത് വെക്കുക. സോഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡ്, ഓക്കെ. സോഷ്യൽ ട്രീറ്റ്മെൻറ്റ് അതായത് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കാൻ ഇഷ്യൂ ഉള്ള മനുഷ്യർ, അല്ലെങ്കിൽ റണ്ണവേ ചെയ്യുന്ന ആൾക്കാർ, എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആൽക്കഹോളിസം, ഡ്രഗ് അഡിഷൻ പോലെയുള്ള മാലഡാപ്റ്റീവായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം എടുത്തുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മനുഷ്യർ, അല്ലേ. കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ. അപ്പം അത്തരം മാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെ. അങ്ങനെ അയാളുടെ എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ അയാൾക്ക് ചുറ്റുമുള്ള ഇൻഡിവിജ്വൽസിനുമൊപ്പം മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതാണ്, അല്ലെ, സോഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ് കേസ് വർക്ക് എന്നാണ് ജാരറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്സന്റെ ഡെഫിനിഷനിൽ റീകൺസ്ട്രക്റ്റിംഗ് പേഴ്സണാലിറ്റി ഫോർ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലേ. നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന വാക്ക് വെക്കുമ്പോൾ റിച്ച്മണ്ടിൻ്റെ ആണ്. ഇവിടെ വരുമ്പോൾ വാട്സൺ പറഞ്ഞിരിക്കുന്നത് റീകൺസ്ട്രക്റ്റിംഗ് പേഴ്സണാലിറ്റി ഫോർ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്, പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ഷൻ. ഇവിടെ സോഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് താഫ്റ്റിൻ്റെ പറയുമ്പോൾ, പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ഷൻ ആണ്
പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ഷൻ ആണ് വാട്സന്റെ ഡെഫിനിഷനിൽ നമ്മൾ ഓർക്കേണ്ടത് അല്ലേ. റീകൺസ്ട്രക്റ്റിംഗ് പേഴ്സണാലിറ്റി അല്ലെ. നമ്മൾ മേരി റിച്ച്മണ്ടിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ഇതിനുള്ളിൽ പഠിക്കുമ്പോൾ നമ്മൾ മെത്തേഡ്സ് പഠിക്കുന്നതിന് മുമ്പേ ഓരോ വ്യക്തിയുടെയും മോറൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള സൈക്കോളജിക്കൽ തിയറീസ് നമ്മൾ പഠിച്ചു അല്ലേ. എറിക്സന്റെ ആണെങ്കിലും പിയാഷയുടെ ആണെങ്കിലും കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിനെ പറ്റി ഇതെല്ലാം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ തിയറീസാണ് അല്ലേ. എല്ലാ മനുഷ്യർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ ഉണ്ടാവണമെന്നില്ല. പേരൻറ്റിങ് ഒരു ഫാക്ടറാണ്, സമൂഹം ഒരു ഫാക്ടറാണ് അല്ലേ. എൻ്റെ പേഴ്സണാലിറ്റീൻ്റെ എല്ലാ പോസിറ്റീവ്സിനും നെഗറ്റീവ്സിനും ഞാൻ വളർന്നു വന്ന സമൂഹത്തിനും അല്ലേ, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ മുതിർന്നു വരുമ്പോൾ അല്ലെങ്കിൽ റിക്സനൊക്കെ പറയുന്ന കണക്കുള്ള നമ്മളുടെ ട്രസ്റ്റും മിസ്ട്രസ്റ്റും അല്ലേ ഇൻഫീരിയോറിറ്റിയും ഒക്കെയുള്ള മനുഷ്യരായിട്ടായിരിക്കും പല വ്യക്തികളും സമൂഹത്തിൽ വളർന്നു വരികയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കപ്പെടുകയും അത് പരിഹരിക്കാൻ അയാൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുക. അവിടെയാണ് പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ചില ക്ലയൻറ്റ് അല്ലെങ്കിൽ വർക്കർ റിലേഷൻഷിപ്പ്, കേസ് വർക്കർ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക. സി വി വിൽ വർക്ക് ഓൺ ദ പേഴ്സണാലിറ്റി ഓഫ് ദ പീപ്പിൾ ഫോർ ദ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. അവിടെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വേർഡാണ് വാട്സൺ ഉപയോഗിച്ചിരിക്കുന്നത്. പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ഷൻ വാട്സൺ. ഇൻ ക്യൂവിൻ്റെ ഡെഫിനിഷൻ ഇംപ്രൂവിങ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലേ. പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മേരി റിച്ച്മണ്ടിൻ്റെ റിലേഷൻഷിപ്പ് ഡെഫിനിഷനിലും റിലേഷൻഷിപ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇംപ്രൂവിങ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്യൂവിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുമ്പോൾ വി കൻ ഓപ്റ്റ് ക്യൂവിൻ ഇംപ്രൂവിങ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന കീവേഡാണ് നമ്മൾ ക്യൂവിൻ്റെ ഡെഫിനിഷനിൽ ഓർക്കേണ്ടത്. സ്വിഫ്റ്റിൻ്റെ റിലേഷൻഷിപ്പ് 1939 ഡെവലപ്പിംഗ് ക്ലയൻസ് എബിലിറ്റീസ് ടു സോൾവ് പ്രോബ്ലം. കപ്പാസിറ്റി എന്ന് പറയുന്ന കീവേഡാണ് അവിടെ ഓർക്കേണ്ടത് സ്വിഫ്റ്റിൻ്റെ ഡെഫിനിഷനിൽ. സോ ഡെവലപ്പിംഗ് ക്ലയൻസ് എബിലിറ്റീസ് ടു സോൾവ് പ്രോബ്ലംസ്. സോ ഇവിടെ കപ്പാസിറ്റി ഡെവലപ്മെൻ്റ് ആണ് സ്വിഫ്റ്റിൻ്റെ റിലേഷൻഷിപ്പിൽ പറയുന്നത്. ക്ലയൻറ്റിൻ്റെ എബിലിറ്റി അല്ലേ, ഈ പറഞ്ഞ പേഴ്സണാലിറ്റിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉണ്ട്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ഉണ്ട് അല്ലെ, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഉണ്ട്, ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് പറയാം. അപ്പോൾ അത്തരം കപ്പാസിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഡെഫിനിഷനാണ് സ്വിഫ്റ്റിൻ്റേത്. അത് കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇത് സ്വിൻസിൻ്റെ ഡെഫിനിഷനാണ്. പ്രൊവൈഡിങ് പ്രൊഫഷണൽ അസിസ്റ്റൻസ് ബേസ്ഡ് ഇൻഡിവിജ്വൽ നീഡ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ആണ്. പ്രൊവൈഡിങ് പ്രൊഫഷണൽ അസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ് അല്ലേ. ഒരു വേർഡ് അവിടെ ഇങ്ങനെ കയറി വന്നാണ്. സോ ഷ്വിൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് പ്രൊവൈഡിങ് പ്രൊഫഷണൽ അസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ് അല്ലേ. പ്രൊഫഷണൽ എന്ന് പറയുന്ന വേർഡ് കീവേഡ് ആണ് ഷ്വിൻറ്റിസിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പ്രൊവൈഡിങ് പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്. ഒരു വ്യക്തിക്ക് എന്താണോ വേണ്ടത് എന്ന് നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. എന്താണ് വേണ്ടത് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മൾ തെറാപ്പികൾ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പല മനുഷ്യനും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ. അയാൾക്ക് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, പല വിഷമങ്ങളുണ്ടായിരിക്കും, പല ട്രോമകളുണ്ടായിരിക്കും അല്ലേ. പക്ഷെ അയാൾക്ക് വാട്ട് ഐ വോണ്ട്, എനിക്കെന്താണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുക വ്യക്തികളുമായിട്ട്, സോഷ്യൽ കേസ് വർക്കിലും കൗൺസിലിങ്ങിലും തെറാപ്പിയിലുമൊക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഡെഫിനേഷൻ കൂടിയാണ്. സോ പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്. അപ്പോൾ പലപ്പോഴും വ്യക്തികൾ തന്നെ പറയണം, നമ്മളല്ല, നമ്മളൊരു കേസ് വർക്കറോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കറോ കൗൺസിലറോ ഒന്നും അല്ല പറയുന്നത് ഇതാണ് നിങ്ങളുടെ നീഡെന്ന് അല്ലേ. വ്യക്തി തന്നെ വ്യക്തിയുടെ നീഡ് അല്ലെങ്കിൽ ആവശ്യം കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരം നമ്മളൊരു ക്ലയൻറ്റ് വർക്കർ റിലേഷൻഷിപ്പിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും. അതിന്
പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഡി ഷ്വിനിറ്റസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. പ്രൊഫഷണൽ അസിസ്റ്റൻസ് എന്നുള്ള വേർഡാണ് അല്ലേ. വി ആർ അസിസ്റ്റിംഗ് ദം അക്കോർഡിംഗ് ടു ദെയർ നീഡ്. ഇനി സർവീസ് ടവലിൻ്റെ ഡെഫിനിഷനിൽ മേക്കിംഗ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് അവൈലബിൾ ടു ദോസ് ഇൻ നീഡ് സ്പെഷ്യലൈസ്ഡ് സർവീസ് അല്ലേ. നീഡ് സ്പെഷ്യലൈസ്ഡ് സർവീസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ പ്രൊഫഷണൽ എന്ന വേർഡാണ് ഓർത്തിരിക്കേണ്ടത്. പ്രൊഫഷണൽ നീഡാണ് ഫോർ പ്രൊഫഷണൽ ഹെൽപ്പാണ് ഫോർ ദ നീഡ് എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യലൈസ്ഡ് സർവീസ് എന്നാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ടവലിൻ്റെ ഡെഫിനിഷനിൽ സ്പെഷ്യലൈസ്ഡ് സർവീസ് ഇത് പ്രത്യേകം എഴുതി വെച്ച് പഠിക്കുക. ഡെഫിനിഷൻസ് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഒരെണ്ണമൊക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഇത് സ്പെഷ്യലൈസ്ഡ് സർവീസ് എന്ന് പറയുന്ന കീവേഡാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി സ്റ്റോർഡിൻ്റെ ഡെഫിനിഷനിൽ യൂസിങ് കേസ് സ്റ്റഡി ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെ. ഇവിടെ ഓർത്തിരിക്കേണ്ട വേർഡ് കേസ് സ്റ്റഡി ആൻഡ് റിസോഴ്സസ് എന്നുള്ള വേർഡാണ്. യൂസിങ് കേസ് സ്റ്റഡി ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. യൂസിങ് കേസ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ അതേപോലത്തെ പ്രശ്നം മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയാണ് അവരുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്തത്, അല്ലെങ്കിൽ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ചുറ്റുപാടുകൾ, അയാളുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെല്ലാം റിസോഴ്സസ് ഉണ്ട്, അപ്പം അതാണ് സോഷ്യൽ കേസ് വർക്കർ യൂസ് ചെയ്യുന്നത് എന്നാണ് സ്റ്റോർഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുമ്പ് ഉണ്ടായ സക്സസ്ഫുള്ളി പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങൾ റെഫർ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ എന്തെല്ലാം റിസോഴ്സസ് ഉണ്ട് വ്യക്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അതിലൊക്കെയാണ് സോഷ്യൽ കേസ് വർക്ക് ചെയ്യുന്നത് എന്നാണ് സ്റ്റോറിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. റിസോഴ്സാണ്, റിസോഴ്സ് അല്ലെങ്കിൽ യൂസിങ് റിസോഴ്സസ് ആണ് സ്റ്റോർഡിൻ്റെ കീവേഡ് എന്ന് പറയുന്നത്. ഇനി ബൗവേഴ്സിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് മൊബിലൈസിങ് പേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് അല്ലെ. റിസോഴ്സ് അവർക്ക് ഇവിടെ കേസ് സ്റ്റഡിയും അവൈലബിൾ റിസോഴ്സസും ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. ഇവിടെ വരുമ്പോൾ ബൗവേഴ്സിന്റെ ഡെഫിനിഷനിൽ വരുമ്പോൾ ഓർക്കേണ്ടത് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന വേർഡാണ്. ബൗവേഴ്സ് റിസോഴ്സ് മൊബിലൈസേഷൻ അല്ലെ. പേഴ്സണൽ ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്നാണ് ബൗവേഴ്സിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. രണ്ടും ഏകദേശം ഒരേപോലത്തെ ഡെഫിനിഷൻസ് ആണ്. സ്റ്റോർഡിൻ്റെ ഒരു കേസ് സ്റ്റഡി റെഫർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഇതിവിടെ ഒരു മൊബിലൈസേഷൻ എന്ന് പറയുന്ന വേർഡാണ് ബൗവേഴ്സിന്റെ ഡെഫിനിഷനിൽ ഓർത്തിരിക്കേണ്ടത്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. പലപ്പോഴും ക്ലയൻറ്റിന് അറിവുണ്ടായിരിക്കില്ല ഇവിടെയാണ് തൻ്റെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് അയാൾക്ക് അസസബിൾ ആയിട്ടുള്ള രീതിയിൽ അയാളുടെ റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ വെൽഫെയർ ഫണ്ടുകളും ഫൈനാൻഷ്യൽ എയ്ഡുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുക, അത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതൊക്കെയാണ് റിസോഴ്സ് മൊബിലൈസേഷനുടെ കേസ് വർക്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ചുറ്റുപാടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസോഴ്സ് മൊബിലൈസേഷനിൽ നമ്മൾ കേസ് സ്റ്റഡിയിൽ പഠിക്കുന്നത്. ഇനി ഹോളിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെഫിനിഷനിൽ പറയുന്നത് ഹെൽപ്പിംഗ് ക്ലയൻസ് സോൾവ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്. ഹെൽപ്പിംഗ് ക്ലയൻറ്റ് സോൾവ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം. ഇത് പ്രോബ്ലം സോൾവിങ് എന്നാണ്. ഹോളിസം ഉണ്ട്, വളരെ കോമൺ ആയിട്ട് പല എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന കേസ് വർക്കിൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട് എന്ന് വിശദീകരിക്കുന്നതാണ് ഹോളിസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദ ഹെൽപ്പിംഗ് ക്ലയൻസ് സോൾവ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് പ്രോബ്ലം സോൾവിങ് ആണ് ഹോളിസിൻ്റെത്. പ്രോബ്ലം സോൾവിങ് ആണ് ഹോളിസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് 1954 ആണ് വർഷം ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. മേരി റിച്ച്മണ്ടിൻ്റെ ഡെഫിനിഷൻസ് ഇയേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ആ ഡെഫിനിഷൻ പറഞ്ഞ ഇയർ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ഡയഗ്നോസിസിൻ്റെ പബ്ലിഷ് ചെയ്യുന്ന ഇയറും ചോദിച്ചിട്ടുണ്ട്. സോ ഹോളിസിൻ്റെ ഡെഫിനിഷനിൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന കീവേഡാണ്. ബൗവേഴ്സിൻ്റെ ആകുമ്പോൾ റിസോഴ്സ് മൊബിലൈസേഷൻ ആണ്, സ്റ്റോറഡിൻ്റെ ആകുമ്പം കേസ് സ്റ്റഡിയും റിസോഴ്സും ആണ്. അതാണ് അവരുടെ ഡെഫിനിഷൻസിൻ്റെ
കീവേഡ് എന്ന് പറയുന്നത്. ഹാമിൽട്ടൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട, അതായത് ഇതൊക്കെ വളരെ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കേസ് വർക്കിൽ വളരെ ആധുനികമായിട്ട് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ ഒരു ഫൈനൽ സ്റ്റേജുകളിലേക്കുമൊക്കെ വരുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ഉള്ള ഒരു പുതിയ അപ്രോച്ചുകളായിട്ട് വരുന്ന ഹാമിൽട്ടണും ഹോളിസുമൊക്കെ. ഹാമിൽട്ടൺ, പേൾമാനൊക്കെ. ഹാമിൽട്ടൺ ഡെഫിനിഷനിൽ പറഞ്ഞത് എൻകറേജിങ് ക്ലയൻസ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ solving problems. Client participation, encouraging clients to actively participate in solving problems. So client participation എന്ന് പറയുന്ന കീവേഡാണ് ഹാമിൽട്ടൻ്റെ ഡെഫിനിഷൻ ഉള്ളത്. അതായത് ക്ലയൻ്റ് ആണ് അല്ലെ സോഷ്യൽ വർക്കിൽ നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലയൻറ്റിൻ്റെ കോപ്പറേഷൻ. അല്ലെങ്കിൽ ക്ലയൻ്റാണ് ക്ലയൻറ്റിൻ്റെ നീഡ് അസസ് ചെയ്യേണ്ടതും ഏത് അപ്രോച്ചാണ് അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കേണ്ടതെന്നും അല്ലെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം ക്ലയൻറ്റിൻ്റെത്. അല്ലാതെ നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ദ ക്ലയൻറ്റ് ഷുഡ് ഹാവ് ടു ഐഡൻറ്റിഫൈ ഹിസ് നീഡ് ആൻഡ് ഹി ഷുഡ് ഹാവ് ടു ഫൈൻഡ് ഹിസ് വേ ടു സോൾവ് ദ പ്രോബ്ലം. അങ്ങനെയാണ്, അതാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന വേർഡ് പറയുന്നത്. സോ നമ്മൾ അതിനെ ക്ലയൻറ്റിനെ എൻകറേജ് ചെയ്യണം, അയാളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അയാളുടെ നീഡ്സ് കണ്ടുപിടിക്കാനും അയാളുടെ പ്രോബ്ലത്തിൻ്റെ അയാളുടെ എക്സാക്ട് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനും അല്ലേ അത് സോൾവ് ചെയ്യാനും ഏതെല്ലാം റിസോഴ്സസ് യൂസ് ചെയ്യണം, ഏതെല്ലാം ടാക്ടിക്സും സ്കില്ലും അയാളുടെ തന്നെ ഏതെല്ലാം സ്കില്ല് അതിലേക്ക് കൊണ്ടുവരണം അത് സോൾവ് ചെയ്യാനും, അല്ലെങ്കിൽ എന്തെല്ലാം പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, എവിടെയാണത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത്, എവിടെയാണത് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നെല്ലാം ക്ലയൻറ്റ് തന്നെ ആക്റ്റീവ്ലി നമ്മളുടെ റിലേഷൻഷിപ്പിൽ ക്ലയൻറ്റ് വർക്കർ റിലേഷൻഷിപ്പിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഡെഫിനേഷൻസ് ആണ് ഹാമിൽട്ടൺ വിശദീകരിക്കുന്നത്. ഓക്കെ, ക്ലയൻറ്റ് പാർട്ടിസിപ്പേഷൻ ഹാമിൽട്ടൺ. പേൾമാൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് ഹെൽപ്പിംഗ് ക്ലയൻസ് to cope effectively with the problems in social functioning and problem solving model. Problem solving model ആണ് കീവേഡ്. അതെ, പ്രോബ്ലം സോൾവിങ് മോഡലാണ് പേൾമാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. പ്രോബ്ലം സോൾവിങ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് പേൾമാൻ. പ്രോബ്ലം സോൾവിങ് മോഡൽ മാർക്ക് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധാരണ വളരെയധികം എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം സോൾവിങ് മോഡൽ. സോ ഹെൽപ്പിംഗ് ക്ലയൻസ് കോപ്പ് എഫക്റ്റീവ്ലി വിത്ത് പ്രോബ്ലംസ് ഇൻ സോഷ്യൽ ഫങ്ഷനിങ്. ക്ലയൻറ്റിനെ ഒരു കോപ്പ് എഫക്റ്റീവ്ലി വിത്ത് പ്രോബ്ലം ഇൻ സോഷ്യൽ ഫങ്ഷനിങ്, അവരുടെ സോഷ്യൽ ഫങ്ഷനിങ്ങിലുള്ള അവരുടെ പ്രോബ്ലംസുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അയാളുടെ പ്രോബ്ലംസിനെ ചാടിക്കടക്കാൻ വേണ്ടിയിട്ടല്ല, കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ അയാൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ എഫക്റ്റീവായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ വർക്കർ വർക്ക് ചെയ്യുന്നതെന്നാണ് പേൾമാൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് പേൾമാൻ പ്രോബ്ലം സോൾവിങ് മോഡൽ. ശരി, ഇത് ഒന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്തിരിക്കുന്നതാണ്. മേരി റിച്ച്മണ്ടിൻ്റെ കോപ്പറേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ടാഫ്റ്റ് ആൻഡ് വാട്സൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് പേഴ്സണാലിറ്റി വന്നാൽ രണ്ടുപേരും അത് ഷെയർ ചെയ്യുന്നുണ്ട്. റെയ്നോൾഡ്സിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞില്ല, കൗൺസിലിംഗ് ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ് റെയ്നോൾഡ്സിൻ്റെ. ബവേഴ്സ് ആൻഡ് ടോവലിൻ്റെ ഡെഫിനിഷനിൽ കമ്മ്യൂണിറ്റി റിസോഴ്സസും സർവീസും വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഹാമിൽട്ടൺ ആൻഡ് പേൾമാൻ്റെ പ്രോബ്ലം സോൾവിങ് ആണ്. ക്ലയൻറ്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ് എല്ലാം അവരുടെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. സോ ഇത്രയാണ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ചില ഭാഗങ്ങൾ. അപ്പോൾ ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കാനുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുക. ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സോ ഇത്ര നേരം ക്ലാസ് ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.